തൃശ്ശൂരിലെ വെടിമരുന്ന് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരം നടത്തുന്നതിൽ തീരുമാനം നാളെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും ഘടകക്ഷേത്രങ്ങളുടെയും യോഗം നടക്കും. ജനവികാരവും സർക്കാർ തീരുമാനവും പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിമാർ പറഞ്ഞു. ജില്ലാ ഭരണകൂടം ആയിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്നുള്ളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ഇതിൽ അല്ലേ. ഇത്ര ആൾക്കാർ മരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം, സർക്കാരിൻ്റെ നിർദ്ദേശവും ജനവികാരവും കണക്കിലെടുത്തായിരിക്കും തീരുമാനം. തീർച്ചയായിട്ടും. നടരാജ് പരശുറാം ചേരുന്നു വിവരങ്ങളുമായി. നടരാജ്, മുമ്പ് ഈ പുറ്റിങ്ങൽ അപകടമുണ്ടായപ്പോഴും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സന്ദിഗ്ധാവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ സമ്മർദ്ദത്തെ തുടർന്ന് പൂരം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇക്കുറി അത് മാറ്റിവെക്കാനുള്ള വല്ല ആലോചനയുമുണ്ടോ? തൃശ്ശൂർ പൂരം ഇക്കുറി നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം നാളെ എടുക്കും. നാളെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും ഘടകക്ഷേത്രങ്ങളുടെയും സംയുക്ത യോഗം നടക്കും. ജനവികാരവും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും മാനിച്ച് തൃശ്ശൂർ പൂരം നടത്തണമോ വേണ്ടയോ എന്ന് ഈ ദേവസ്വങ്ങൾ തീരുമാനിക്കും എന്നാണ് ദേവസ്വം സെക്രട്ടറിമാർ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ഇക്കുറി പുറ്റിങ്ങൽ വെടിക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിലും ഇതുപോലെ പൂരം നടത്തണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷെ അന്ന് ബഹുജന സമ്മർദ്ദം മൂലം പൂരം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെയും ചിട്ടവട്ടങ്ങളുടെയാണ് അന്ന് വെടിക്കെട്ട് ഉൾപ്പെടെ നടത്തിയത്. ഇക്കുറി എന്താകും തീരുമാനമെന്ന് നാളെ അറിയാൻ പറ്റും. നടരാജ് പരശുറാം ചേരുന്നു. നടരാജ്, ഈ പൂരം വെടിക്കെട്ട് മാറ്റിവെക്കണം, പൂരം തന്നെ മാറ്റിവെക്കണമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ടോ? പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ സർക്കാർ ഇവരുടെ തീരുമാനത്തിൽ ഇന്നൊരു സൂചന പോലും മന്ത്രിമാർ നൽകിയില്ല എന്നുള്ളതാണ്. പൂരം യോഗം സംബന്ധിച്ച തീരുമാനം നാളെ എടുക്കും. പൂരം നടത്തിപ്പ് സംബന്ധിച്ച തീരുമാനം നാളെ എടുക്കുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10:30 തൃശ്ശൂർ കളക്ട്രേറ്റിൽ മന്ത്രിമാരും സർക്കാർ പ്രതിനിധികളും അതുപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും ഘടകപൂരത്തിൻ്റെ പ്രതിനിധികളും പോലീസ് കമ്മീഷണറും കലക്ടറും ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. തൃശ്ശൂർ പൂരം പൂർണ്ണമായി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ചടങ്ങുകൾ മാത്രമായി നടത്തുക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാണ് അല്ലെങ്കിൽ പ്രായോഗികമാണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. തിരുവമ്പാടി ദേവസ്വം രാവിലെ സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തിരുവമ്പാടി ദേവസ്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ സെക്രട്ടറി രാജേഷ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതുപോലെ ഇത്തരം വലിയൊരു അപകടമുണ്ടായ സാഹചര്യത്തിൽ ജനങ്ങളുടെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്ത് തീരുമാനമെടുക്കണമോ അത് ചെയ്യുമെന്നാണ്. പക്ഷേ ഇരു കൂട്ടരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നാണ്. ഇതിൽ പൂരം നടത്തണമെന്നാണോ, വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തണമെന്നാണോ, അതോ പൂരം ചടങ്ങ് മാത്രമായി നടത്തണമെന്നാണോ, പൂരത്തിലെ ആർഭാടം ഉള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സിമ്പിളായ ഒരു പൂരം നടത്തണമെന്നാണോ, എന്താണ് യഥാർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്ന ആശയം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്ന് പറയാം. പല ഘട്ടങ്ങളിൽ പല രീതിയിൽ അത്തരത്തിൽ പൂരം നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുമ്പ് വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മഠത്തിൽ വരവിനിടെ മരത്തിൻ്റെ വലിയൊരു ഭാഗം ഒടിഞ്ഞു വീണുകൊണ്ട് മേളവാദ്യ കലാകാരന്മാർ മരിച്ചപ്പോഴും ഇത്തരത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും പൂരം നടന്നു. കോവിഡ് കാലത്ത് പൂരം ചടങ്ങ് മാത്രമായി നടന്നു. ഇത്തരത്തിൽ പല ചരിത്രം ഇക്കാര്യത്തിൽ കിടക്കുന്നുണ്ട്. നാളെ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്ന് അറിയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുകയും അതിൽ ദേവസ്വങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയുമായി ചെയ്യുക. ദേവസ്വങ്ങൾ എത്രത്തോളം കാര്യങ്ങളിൽ നിർബന്ധം പറയും, എന്തെല്ലാം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇത് അറിയേണ്ടി വരും. എന്തായാലും നാളെ രാവിലെ ദേവസ്വം പ്രതിനിധികളുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിലായിരിക്കും പൂരം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിലും മറ്റും തീരുമാനമുണ്ടാവുക. അജിംസ്.